നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന് തൊട്ടു പിന്നാലെ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്തത് കാശി, മധുര എന്നീ ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നു. കാശി, മധുര ക്ഷേത്രങ്ങൾ കൂടി സമാധാനപരമായി വീണ്ടെടുക്കുകയാണ് എങ്കിൽ വൈദേശിക അധിനിവേശത്തിൽ തകർക്കപ്പെട്ട മറ്റ് ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് അയോധ്യയിലെ രാമജന്മഭൂമി തീർത്ഥ ട്രഷറായ ഗോവിന്ദ് ദേവ്ഗിരി മഹാരാജ്. ഭാരതത്തിൽ 3500-ലധികം ക്ഷേത്രങ്ങൾ വൈദേശിക ആധിപത്യത്തിനിടയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഗോവിന്ദ് ദേവ്ഗിരി മഹാരാജ് പറയുന്നുണ്ട്. കാശി, മധുര ക്ഷേത്രങ്ങൾ കൂടി സ്വന്തമായാൽ മറ്റ് ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഭാവിയിലാണ് ജീവിക്കേണ്ടത്, ഭൂതകാലത്തിലല്ല. കാശി, മധുര ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാനുള്ള പ്രയത്നത്തിന് രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ കൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. വൈദേശിക അധിനിവേശത്തിന്റെ മുറിവ് മായ്ക്കാനുള്ള ശ്രമമാണ് ഇതെന്നും അല്ലാതെ വിശ്വാസ സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു പോരല്ല നടക്കുന്നതെന്നും മഹാരാജ് പറഞ്ഞു വെക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സമാധാനപരമായി ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെ കാശി, മധുര ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സമൂഹത്തിലെ വലിയ വിഭാഗം കാശി, മധുര ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ സമാധാനപരമായ ഒരു പ്രശ്ന പരിഹാരത്തിന് ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ ചില എതിർപ്പുകൾ ചില കോണിൽ നിന്നും ഉയരുന്നുണ്ട് താനും. സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങാതെ തന്നെ സമാധാനപരമായി ഈ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പൂനെയിൽ തന്റെ 75-ാം ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആത്മീയ പരിപാടിയുടെ ഭാഗമായി RSS മേധാവി മോഹൻ ഭഗവത്തിന്റെയും ആത്മീയ ആചാര്യൻ ശ്രീ രവിശങ്കറിന്റെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഗോവിന്ദ് ദേവ്ഗിരി മഹാരാജ് ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഗ്യാൻവാപ്പി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ സജീവമായി തന്നെ ചർച്ചയിൽ ഉള്ളതുകൊണ്ട് ഈ ഒരു പരാമർശത്തിനുള്ള പ്രാധാന്യം ചെറുതല്ല. RSSന്റെ ഏറ്റവും മുതിർന്ന ആൾ വേദിയിലിരിക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള സുപ്രധാനമായ ഒരു പരാമർശം ഉണ്ടായത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.